പെയിന്റിംഗ് ഫീൽഡിലെ വലിയൊരു സ്കാം. 70% പേരും ഈ സ്കാമിൽ പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത് പറയുന്നത് കൊണ്ട് തന്നെ എന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി പറയാനും നെഗറ്റീവ് പറയാനും ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മളെല്ലാവരുടെയും വീട് പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കോൺട്രാക്ടേഴ്സിന് കരാർ കൊടുക്കും, അല്ലെങ്കിൽ ഡെയിലി വേജസിന് പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കും. എല്ലാവരും ഇല്ല, അതിൽ കുറച്ച് പേര് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലർക്കും ഈ പറഞ്ഞ രൂപത്തിൽ കരാറായിട്ടോ കൂലിപ്പണിയായിട്ടോ നമ്മൾ പണിയെടുക്കാൻ ഏൽപ്പിക്കും. അവരോട് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഇതായിരിക്കും. പുതിയൊരു വീടാണെങ്കിൽ, പുതിയൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ 2 കോട്ട് പുട്ടി, 1 കോട്ട് പ്രൈമർ, 2 കോട്ട് എമൽഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത് പ്രകാരമാണല്ലോ അവർ നമ്മൾ കരാർ സൈൻ ചെയ്തെന്നുള്ള രീതിയിൽ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടായിരിക്കാം നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഒരു പെയിന്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. ഇട്ടത് 2 കോട്ട് പുട്ടിയാണോ 1 കോട്ട് പുട്ടിയാണോ ഒന്നും നമുക്ക് ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. നമുക്ക് ആർക്കും അറിയില്ലല്ലോ എത്ര കോട്ട അടിക്കുന്നതെന്നൊന്നും. ശേഷം അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞതുപോലെ അവർക്ക് ലേബർ ഈ കുറഞ്ഞ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കും തീർച്ചയായിട്ടും ലാഭം കിട്ടണം, അവർക്ക് അതിന്റെ പ്രോഫിറ്റ് കിട്ടണം. അത് അവർ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളറിയാതെ 2 കോട്ട് പുട്ടി അടിക്കേണ്ടടുത്ത് 1 കോട്ട് പുട്ടിയും അതേപോലെ എമൽഷനും ഒക്കെ 2 കോട്ട് അടിക്കേണ്ടടുത്ത് 1 കോട്ടിൽ അവസാനിപ്പിക്കും. നമ്മൾ വർക്ക് കഴിയുമ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്, സൈറ്റ് വളരെയധികം ഭംഗിയായിട്ടുണ്ട്. അടുത്തൊരു സ്കാം എന്ന് പറയുന്നത് നമ്മളെ വീട് റീപെയിന്റിങ് ചെയ്യുന്ന സമയത്താണ്. റീപെയിന്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കസ്റ്റമറുടെ ഫൈനാൻഷ്യൽ ലാഭത്തിന് വേണ്ടിയിട്ട് അവർ പറയും നമുക്ക് ഡയറക്റ്റ് പെയിന്റ് അടിച്ചാൽ മതി, 1 കോട്ടോ 2 കോട്ടോ പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറയും. പ്രൈമർ ഒന്നും അടിക്കാതെ 2 കോട്ടോ അടിച്ചാൽ മതി എന്ന് പറയും. ഇത് നിങ്ങൾ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളെ പെയിന്റ് പൊളിച്ചിൽ തുടങ്ങും, അല്ലെങ്കിൽ പൂപ്പൽ വരും. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളെ വീട്ടിലെ കാർ ഒന്ന് ചെറുതായിട്ട് ഒരഞ്ഞു എന്ന് വിചാരിക്കുക. ഈ ഒരഞ്ഞ സ്ഥലത്ത് നമ്മൾ ഡയറക്റ്റ് പോയി പെയിന്റ് അടിക്കുമോ? ഇല്ല. നമ്മളവിടെ യൂഷ്വലി എന്താ ചെയ്യാറ്, ആ ഒരഞ്ഞ ഭാഗം പേപ്പർ ചെയ്ത് പൊട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ വീടിനും ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വണ്ടിയിലായാലും വീടിലായാലും നിങ്ങൾക്ക് കാണാം 1 വർഷം കഴിയുമ്പോഴേക്ക് ആ പെയിന്റ് പൊളിഞ്ഞു പോരുന്നത്. ഇനിയിപ്പോൾ ഡെയിലി വേജസ് ആണെങ്കിലോ ഈ കൂലി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചായ കുടിയും ചോറ് തിന്നലും ഒക്കെ ആയിട്ട് അങ്ങനെ നീളും. ഇതുകൊണ്ട് തന്നെ 10 ദിവസം കൊണ്ട് തീരേണ്ട പണി 15 ദിവസം എടുത്താലും തീരില്ല. ഇതുപോലെ സ്കാമിൽ പെട്ടവരെ എനിക്കറിയാം. എന്താ നിങ്ങളുടെ അഭിപ്രായം?